അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹവും ബഹുമാനവുമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നാം നമ്മുടെ മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് ഇവിടെ പിറന്നു വീഴുന്ന സന്ദർഭത്തിൽ ശുദ്ധമായ ഒരു പ്രകൃതിയോടെയാണ് ഇവിടെ പിറന്നു വീണത്. ഇവിടെ ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞും പാപിയായിട്ടല്ല ജനിച്ചു വീഴുന്നത്, മറിച്ച് ഒരു പാപവും ചെയ്യാത്ത പരമപരിശുദ്ധനായിട്ടാണ് മനുഷ്യക്കുഞ്ഞ് ഇവിടെ പിറന്നു വീഴുന്നത്. മനുഷ്യനിവിടെ ജനിക്കുമ്പോൾ തന്നെ പാപിയായിട്ടാണ് ജനിക്കുന്നത് എന്നത് മനുഷ്യരുണ്ടാക്കിയ അബദ്ധ സിദ്ധാന്തങ്ങളിൽപ്പെട്ടതാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് ആ പിറന്നു വീഴുന്ന അതേ ശുദ്ധപ്രകൃതിയോടെ, പാപം ചെയ്യാത്ത ആ ശുദ്ധപ്രകൃതിയോട് കൂടെ തന്നെ തൻ്റെ രക്ഷിതാവിങ്കിലേക്ക് മടങ്ങിച്ചൊല്ലുകയും ചെയ്യണമെന്നാണ്. അങ്ങനെ തൻ്റെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കുവാനും വിമലീകരിക്കുവാനും ആവശ്യമായ നിർദ്ദേശങ്ങളാണ് ഇസ്ലാമിലുള്ളത്. എന്നാൽ ഈ സൗഭാഗ്യം നേടിയെടുക്കാൻ വേണ്ടി പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ശുദ്ധപ്രകൃതിയോടുകൂടെ മരിക്കാൻ സാധിക്കുന്ന ഒരു പ്രാർത്ഥന. തൻ്റെ സ്വഹാബിമാരിൽ പ്രഗത്ഭനായ ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാലലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ എന്നോട് പറഞ്ഞു, ഇദാ അതൈത മൽജഅക്, നീ രാത്രി നിന്റെ കിടപ്പറയിൽ ചൊല്ലുകയാണെങ്കിൽ ഫതവല്ലഉ വുളൂഅക ലിസ്സലാത്ത്, നമസ്കാരത്തിന് വുളൂ ചെയ്യുന്നത് പോലെ നീ വുളൂ ചെയ്യുക. വുളൂ ചെയ്തിട്ടായിരിക്കണം നിന്റെ കിടപ്പറയിൽ നീ ചെല്ലേണ്ടത്. സുമ്മൽതജി അലാ ശിക്കിക്കൽ ഐമൻ, പിന്നെ നിന്റെ വലതുഭാഗത്തേക്ക് നീ ചെരിഞ്ഞു കിടക്കുകയും ചെയ്യുക. വഖുൽ, അതിനുശേഷം നീ ഈ പ്രാർത്ഥന പറയുക. എന്ത്? അല്ലാഹുമ്മ അസ്ലംതു വജ്ഹി ഇലൈക് വഫവ്വലതു അംരി ഇലൈക് വഅൽജഅതു ലഹ്രി ഇലൈക് റഹ്ബതൻ വറഗ്ബതൻ ഇലൈക് ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക് അല്ലാഹുമ്മ ആമൻതു ബികിതാബികല്ലദീ അൻസൽത് വബിനബിയികല്ലദീ അർസൽത് എന്ന ഈ പ്രാർത്ഥന നീ പറയുക. നീ പറഞ്ഞു കഴിഞ്ഞാൽ ഫഇൻ മിത്ത മിൻ ലൈലതിക്, ആ രാത്രി നീ മരണപ്പെടുകയാണെങ്കിൽ ഫഅൻത അലൽ ഫിത്ര, നീ ഇവിടെ പ്രസവിക്കപ്പെട്ടതുപോലെ ശുദ്ധ പ്രകൃതിയോടെയാണ് നിന്റെ രക്ഷിതാവിങ്കലേക്ക് നീ മടങ്ങിപ്പോകുന്നത്. ഫജഅൽഹുന്ന ആഖിറ മാ യഖൂൽ, നിന്റെ വർത്തമാനങ്ങളിൽ അവസാനത്തെ വർത്തമാനമാകട്ടെ ഈ പറയുന്ന പ്രാർത്ഥന. അങ്ങനെ ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അത് പഠിക്കുകയും തിരിച്ചു ചൊല്ലിക്കൊടുക്കുന്ന അവസരത്തിലുണ്ടായ തെറ്റുകൾ പ്രവാചകൻ തിരുത്തുകയും അങ്ങനെ നിരന്തരമായി സ്വഹാബാക്കൾ അവരുടെ ജീവിതത്തിൽ പുലർത്തിപ്പോന്ന വളരെ മഹനീയമായ ഒരു ചര്യയാണിത്. അതുകൊണ്ട് ഇത് നമ്മളും പ്രാവർത്തികമാക്കുക. ഈ ദിക്ർ നമ്മൾ പഠിക്കുക. രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ വുളൂ ചെയ്ത് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്ന് ഈ പ്രാർത്ഥന പഠിക്കുക. വളരെ മഹനീയമായ ആശയമാണ് ഈ പ്രാർത്ഥനയിലുള്ളത്. അല്ലാഹുവേ, ഞാനിതാ എന്നെ നിനക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്, എൻ്റെ കാര്യങ്ങൾ നിന്നിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്, എൻ്റെ മുതുകിനെ നിന്നിലേക്ക് ഞാൻ അഭയം പ്രാപിപ്പിച്ചിരിക്കുകയാണ്. പ്രതീക്ഷയോടുകൂടെയും ഭയത്തോടുകൂടെയും, നിന്നിലേക്കല്ലാതെ അഭയമില്ല, നിന്നിൽ നിന്നല്ലാതെ രക്ഷയില്ല, നീ ഇറക്കിയ ഗ്രന്ഥത്തിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, നീ അയച്ച ദൂതനിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്നതാണ് പ്രാർത്ഥനയുടെ രത്നച്ചുരുക്കം. അതിൻ്റെ ആശയത്തിൻ്റെ ചുരുക്കം അതാണ്. കൂടുതൽ നമ്മൾ പഠിക്കുകയും ഇതുപോലെയുള്ള സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. സർവ്വലോക പരിപാലകനായ നാഥൻ അവൻ്റെ പ്രവാചകന്റെ ചര്യകളെ ജീവിതത്തിൽ പകർത്തി മുന്നേറാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.